is my hair before Botox treatment and this is how it looks after the treatment. സത്യം പറഞ്ഞാൽ ഈ കേളി ഹെയറൊന്നും അല്ല കേട്ടോ, ഈ വേവി ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നല്ല പാട്. ഞാൻ കുറേ കേൾ ക്രീമൊക്കെ ഇട്ട് നോക്കി, ഒന്നും വർക്ക് ആവണ്ടായപ്പോൾ ഞാൻ 1 year മുമ്പ് ഇത് ബോട്ടോക്സ് ചെയ്തു. ബോട്ടോക്സ് തന്നെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതായിരിക്കും ലീസ്റ്റ് ഡാമേജിങ് ടു മൈ ഹെയർ. ഇപ്പോൾ ഇതാ പുതിയ ഹെയറും പഴയ ഹെയറൊക്കെ ആയിട്ട് അത്യാവശ്യം ബോറായപ്പോൾ വീണ്ടും ബോട്ടോക്സ് ചെയ്യാൻ തീരുമാനിച്ചു. മുമ്പ് ഞാൻ ടോണിയൻ കയ്യിലൊക്കെയാണ് ബോട്ടോക്സ് ചെയ്തത്. ഇപ്പം ഞാൻ അവിടെയൊന്നുമല്ല, വീടിൻ്റെ അടുത്തുള്ളൊരു സലോണിലാണ് ബോട്ടോക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ വലിയ സലോണൊക്കെ പോകുമ്പോൾ അവരെന്താ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഇവിടെ ചേച്ചി യൂസ് ചെയ്യുന്നത് MKയുടെ ഹെയർ ബോട്ടോക്സ് ആണ്. ഇത് 100% സേഫ് ആയിട്ടുള്ള ഹെയർ ബോട്ടോക്സ് ആണ്. ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ 0% ഫോമാൽഡിഹൈഡ്. ഫോമാൽഡിഹൈഡ് ഒരു ക്യാൻസർ കോസിങ് കാർസിനോജൻ ആണ്. ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് കാണിച്ചു തരാം. ആദ്യം ഈ പ്രീ ട്രീറ്റ്മെൻറ്റ് ഷാമ്പു വെച്ചിട്ട് ഹെയർ ഒരു 2 to 3 ടൈംസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്യും. ഞാൻ ചെന്നപ്പോൾ സലോണിൽ റിനോവേഷൻ വർക്കൊക്കെ നടക്കണം. കാരണം ചേച്ചിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ സലോൺ കാണിക്കുമോ ചേച്ചീനെ കാണിക്കുമോ എന്നൊക്കെ. പറഞ്ഞു ഇല്ല ചേച്ചി പേടിക്കണ്ട, ഞാൻ ചേച്ചീനെയും സലോണിനൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചേച്ചീനെ സെറ്റാക്കി. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പാണ് ട്രീറ്റ്മെൻറ്റ്. ഇതിൽ നമ്മുടെ ഹെയർ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഈ ക്രീം അപ്ലൈ ചെയ്തിട്ട് ടൈ ചെയ്ത് വെക്കും കേട്ടോ. ഈ ടൈം ഞാൻ മുമ്പ് ടോണിയൻ കയ്യിൽ ബോട്ടോക്സ് ഇതിനെ പറ്റി പറയായിരുന്നു. അവരൊരു ബ്ലൂ കളർ ക്രീം എന്തോ യൂസ് ചെയ്താൽ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് സ്കാൽപ്പിൽ ടച്ച് ആകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, ഇങ്ങനെ ചൊറിഞ്ഞ് വരായിരുന്നു. പക്ഷേ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നുമില്ല, സ്കാൽപ്പ് ഇറിറ്റേഷൻ ഇല്ല, പിന്നെ ഒരു പ്ലസൻറ്റ് സ്മെല്ലായിരുന്നു ഇതിന്. ചിലപ്പോൾ ഫോമാൽഡിഹൈഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ചേച്ചി റെസ്റ്റ് എടുക്കാൻ പോയി. ഞാനിങ്ങനെ മൊബൈലിലും കണ്ണാടയിലൊക്കെ നോക്കി ഇങ്ങനെ 1 hour സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ചേച്ചി വന്നിട്ട് ഓരോ സെഗ്മെൻറ്റ്സും എടുത്തിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഡ്രൈ ചെയ്തതിന് ശേഷം സെഗ്മെൻറ്റ് വൈസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു മൾട്ടിപ്പിൾ ടൈം സ്ട്രെയിറ്റ് ചെയ്യും. എനിക്ക് ഈ സ്ട്രെയിറ്റിംഗ് ആണ് ബോട്ടോക്സിൽ ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷേ ഇത് ചെയ്താലാട്ടോ പ്രൊഡക്റ്റ് ഹെയറിലേക്ക് സീൽ ആവുള്ളൂ. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ഈസ് റിപ്ലനിഷിങ് ഷാമ്പൂ. ഈ ക്രീം എല്ലാം ഈ ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഫോർത്ത് സ്റ്റെപ്പ് റിപ്ലനിഷിങ് കണ്ടീഷണർ. ഈ കണ്ടീഷണർ ഇട്ടിട്ട് ഒരു 5 minute ശേഷം അതും വാഷ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ചെയ്യും. ടടാ, അപ്പോൾ അത്രയേ ഉള്ളൂ ഹെയർ ബോട്ടോക്സ്.